ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം നടത്തി. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വയോജന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷനായി. വയോജനങ്ങളും ആരോഗ്യവും എന്ന വിഷയത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മാർട്ട് ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, CP ഉല്ലാസ്, സുജ ശിവരാമൻ, സന്ധ്യ സുനിൽ, ശെൽവ പ്രകാശ്, സ്നേഹദത്ത്, ജയന്തി മനോജ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം, അല്ലേ? അംഗവൈകല്യമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം. പിന്നെന്തൊക്കെയാണ്? ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവും ആത്മീയവുമായിട്ടുള്ള സുസ്ഥിതി. അത്തരക്കാരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരാളുണ്ട്, രണ്ടാളുണ്ട്, മൂന്നാളുണ്ട്. അതായത് പൂർണ്ണ ആരോഗ്യവന്മാരായിട്ട് 2 ചെറുപ്പക്കാരികളും ഒരു ചെറുപ്പക്കാരനും ഉണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? എവിടെയൊക്കെയോ ഒരു പോരായ്മ. സജീവ വാർദ്ധക്യം, അല്ലേ? കുട്ടികളെ നോക്കൽ, പേരക്കുട്ടികളെ നോക്കലാണോ സജീവ വാർദ്ധക്യം? ഞാനിത് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നേരെ പേരക്കുട്ടികളെ നിങ്ങൾ നോക്കിക്കോളെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കരുത് കേട്ടോ. അതും അതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? നമ്മൾ വളരെ സന്തോഷകരമായ അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് എപ്പോഴാണ്? ചെറിയ നമ്മുടെ പേരക്കുട്ടികളിലേക്ക് അവർ വിവിധ കളികൾ, അവർ സംസാരിക്കുന്നത് കാണുമ്പോൾ, അവരൊന്ന് പിച്ച വെച്ച് നടക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോഴേക്കും അതൊക്കെ നമ്മുടെ സന്തോഷമല്ലേ? ഈ ആക്റ്റീവ് ഏജിങ് എന്ന് പറഞ്ഞ ഈ സജീവ വാർദ്ധക്യത്തിൽ അതൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സജീവമായ വാർദ്ധക്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ, നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശാരീരികമായൊരു സുസ്ഥിതിയാണ്, അല്ലേ? മാനസികവും ശാരീരികമായ സുസ്ഥിതി വരുമ്പോൾ മാനസികമായ സുസ്ഥിതി വന്നോളണമെന്നില്ല. അതിന് സാമ്പത്തികവും ആത്മീയവും സാമൂഹികവും ഒക്കെ കൂടെ കണക്റ്റഡ് ആണ്. എങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. ചെറുപ്പക്കാർക്ക് തന്നെ തീരെ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടമാണ്, അല്ലേ? നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവും. ഒരു 25 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു, ഒരു 30 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പം നമ്മളെല്ലാവരും അത് എന്തിൻ്റെ തലയ്ക്ക് വെച്ച് കൊടുത്തു? കോവിഡിന് ശേഷം വന്ന നമ്മളുടെ വാക്സിൻ്റെ, അല്ലേ? കോവിഡ് വാക്സിൻ കുത്തി ഒക്കെ ആൾക്കാരൊക്കെ മരിച്ചു പോകാന്ന് പറയണം. സത്യത്തിൽ അതാണോ കാര്യം? നമ്മുടെ ജീവിതശൈലിയിൽ കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ? നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.